ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 3 മാസത്തിന് ശേഷം ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തിരുന്ന ഒരു ജോബ് പോർട്ടൽ ഉണ്ടായിരുന്നു. ജോബ് പോർട്ടൽ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് അതൊരു ആഡ്സൻസ് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് റിജക്റ്റ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും ആഡ്സൻസ് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം ഞാനിപ്പോൾ നാട്ടിൽ പോയ സമയത്താണെങ്കിൽ പോലും ഏകദേശം ഈ ഒരു 1-2 മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പം അതെല്ലാം ഞാനിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും അതൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും അഡ്സൻസ് അപ്രൂവലിന് കൊടുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ചേഞ്ചസ് വരുത്തേണ്ടതിനെല്ലാം ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും അപ്രൂവലിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഒരു അഡ്സൻസ് അപ്രൂവൽ കിട്ടിയിരുന്നു. നമ്മുടെ ഒരു ജോബ് പോർട്ടലിന് അഡ്സൻസ് അപ്രൂവൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് പറഞ്ഞാൽ ആ ഒരു ജേർണിയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു ഒരു തീം അപ്ലൈ ചെയ്ത് അതിൽ കുറച്ച് കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്തു, ബ്ലോഗൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ അപ്രൂവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറയുന്നു നമ്മൾ ബ്ലോഗ് പോസ്റ്റൊക്കെ ChatGPT നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ChatGPT നിർത്തി ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് അത് റിജക്റ്റ് ആയിരുന്നു. നോർമൽ റിജക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അപ്പോൾ റിജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് റിജക്ഷൻ ആയി വന്നു. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് തന്നെയായിരുന്നു റീസൺ. ബ്ലോഗിനെ ബേസ് ചെയ്തിട്ടാണ് അവർ റിജക്ഷൻ തന്നിരുന്നത്. സ്പെഷ്യലി ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്തിട്ട് അപ്രൂവലിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ എന്താണ് ജോബ് പോർട്ടലിലൊന്നും അങ്ങനെയല്ലോ ഏതിൽ വെബ്സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ChatGPT എന്നുള്ള കണ്ടൻസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മളത് റിജക്ഷൻ വന്നു. നമുക്ക് മനസ്സിലായി എന്താണ് കാര്യം എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആ ഒരു ChatGPT എന്നുള്ള എല്ലാ പോസ്റ്റുകളും റിമൂവ് ചെയ്തു. പക്ഷേ അതിൽ നിന്ന് കുറച്ച് റെഫറൻസ് എടുത്തിട്ട് ഞാൻ പിന്നെയും ഈ പറഞ്ഞ പോലെ ആ ഒരു കോണ്ടൻറ്റൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അപ്രൂവലിന് കൊടുത്തു. അപ്രൂവലിന് കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും റിജക്ഷൻ വന്നു. സെക്കൻഡ് റിജക്ഷൻ വന്നപ്പോൾ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ ഈ ലെങ്തി കണ്ടൻറ്റുകളല്ലായിരുന്നു. എൻ്റെ സംഭവങ്ങൾ, എൻ്റെ പോസ്റ്റുകളൊക്കെ ഇച്ചിരി ചെറുതായിട്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 100 വേർഡ്സിനകത്തൊക്കെ നിൽക്കുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതായിരിക്കും റീസൺ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചും കൂടെ പോസ്റ്റുകളൊക്കെ ആഡ് ചെയ്തു, കുറച്ചുകൂടെ ലെങ്തി ആക്കിയതിന് ശേഷം ഞാനത് വീണ്ടും അപ്രൂവലിന് കൊടുത്തു. അപ്രൂവലിന് കൊടുത്തിട്ട് അതിനും വീണ്ടും ഒരു റിജക്ഷൻ വന്നു. ഇതെല്ലാം ഓരോ റിവ്യൂ നടക്കുന്നത് ഒരാഴ്ച 2 ആഴ്ചത്തെ ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് ഓരോ റിവ്യൂ നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് വീണ്ടും റിജക്ഷനായി. അപ്പോൾ ഏകദേശം 3 തവണ റിജക്ഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് ആ ഒരു തീം ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു തീം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ആ തീം ഫുള്ള് ചേഞ്ച് ചെയ്തു. വേറൊരു തീമിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് അതിലും ഞാൻ ഒത്തിരി പണിയൊന്നും എടുക്കാതെ അപ്രൂവൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി പണിയൊന്നും ഞാൻ അതിലും ചെയ്തില്ല. അപ്പോൾ അതിൽ ഒത്തിരി പണിയൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ഞാൻ എന്ത് ചെയ്തു, അപ്രൂവലിന് കൊടുത്തു. അപ്രൂവലിന് കൊടുത്തതിന് ശേഷം എനിക്കൊന്ന് നാട്ടിലുള്ള സമയത്താണെന്ന് തോന്നുന്നു അതും ഇതുപോലെ ആ ഫസ്റ്റ് ടൈം എങ്ങെന്തോ റിജക്ഷനായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മെയിനായിട്ട് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗാണ്. അപ്പോൾ ബ്ലോഗിൽ കണ്ടൻസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ, എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സെയിം ടൈമിൽ ഞാൻ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ബ്ലോഗ് പോസ്റ്റുകൾ കാര്യങ്ങൾ ഒന്നുമില്ല. നോർമലി ഈ പറഞ്ഞ പോലെ നോർമൽ കണ്ടൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ ബേസ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബ്ലോഗൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അപ്രൂവൽ കൊടുത്തിരുന്നു. അപ്പോൾ ആ സെയിം ടൈം ആ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ ഒരു AdSense അപ്രൂവൽ കിട്ടി. അതായത് amalishna.com എന്ന് പറഞ്ഞിട്ട് പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ അപ്രൂവൽ ഡയറക്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ജോബ് പോർട്ടലിൻ്റെ പ്രശ്നം ബ്ലോഗാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി വന്നിട്ട് ആ ബ്ലോഗിൻ്റെ പോസ്റ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അത് ഞാൻ ഫുൾ അങ്ങ് റിമൂവ് ചെയ്തിട്ട് റിവ്യൂവിന് കൊടുത്തു. പ്രത്യേകിച്ച് ഡമ്മി കണ്ടൻറ്റുകൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് റിയൽ ആയിട്ടുള്ളതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സൈറ്റ് ആക്കിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, അപ്രൂവലിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അതിന് ശേഷം എനിക്കൊന്നൊരു ഒരാഴ്ചക്കുള്ളിൽ എനിക്കത് അപ്രൂവ് ആയി കിട്ടി. ഈ പറഞ്ഞ പോലെ ജോബ് പോർട്ടൽ അപ്രൂവ് ആയി. ഈവൻ ഈ പറഞ്ഞ പോലെ ബ്ലോഗിൻ്റെ ആ ഒരു സെക്ഷൻ അതിൽ ഇല്ലഞ്ഞിട്ട് പോലും, ബ്ലോഗ് എന്നൊരു സംഭവം അതിനകത്ത് ഇല്ലഞ്ഞിട്ട് പോലും ഈ ഒരു വെബ്സൈറ്റ് അപ്രൂവ് ആയി. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഞാൻ ചുമ്മാ അപ്രൂവലിന് കൊടുത്തു, അത് അപ്രൂവ് ആയി വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താണ് ഒരു 4-5 തവണയും മേളിലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സൈറ്റ് അപ്രൂവലിന് കൊടുത്തിരുന്നു. ലാസ്റ്റാണ് ഇത് പറഞ്ഞ പോലെ അപ്രൂവ് ആയി കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജോബ് പോർട്ടൽ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് അപ്രൂവൽ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലോഗിൻ്റെ ഒരു സെക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം അപ്രൂവലിന് കൊടുക്കുക. അതിന് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ബ്ലോഗ് പോസ്റ്റ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ലിസ്റ്റിംഗിലേക്ക് നോർമലി ഒരു സെർച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്, ഇപ്പോൾ ജോബ് പോർട്ടലിനെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെ ഒരു ജോലി കിട്ടാം,
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് പറയുന്നത്, ദുബായിൽ എങ്ങനെ ഒരു ജോലി കിട്ടാമെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്തുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി SEO കിട്ടും. ലൈക്ക് ഗൂഗിളിൽ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഈ ബ്ലോഗ് പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജോബ് പോർട്ടൽ അപ്രൂവൽ ആയത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. onejobgulf.com എന്നാണ് നമ്മുടെ ഒരു ജോബ് പോർട്ടലിൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷം ഞാൻ വലിയതായിട്ട് ജോബൊന്നും ആഡ് ചെയ്തില്ല. ഇടയ്ക്ക് ജോബ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തൊന്ന് കൊടുത്ത് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിലേ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞ പോലെ വന്നതിന് ശേഷം കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഒന്നും ഫ്രീ ആയില്ല. അപ്പോൾ ഫ്രീ ആയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ജോബ് പോർട്ടലിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അത് അപ്രൂവ് ആയി. അപ്പോൾ ഇനി അതിനകത്ത് പോസ്റ്റുകൾ, ജോബ് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെബ്സൈറ്റുകൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിൽ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നോ പ്രോബ്ലം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് അപ്പോൾ നമ്മുടെ ജോബ് പോർട്ടലിലെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.